എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് സദ്യ സ്റ്റൈലില് ഒരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു നോർമൽ സൈസ് വെള്ളരിക്കയുടെ പകുതിയോളം ഇതിനായിട്ട് ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെള്ളരിക്കയുടെ പുറന്തൊലി എല്ലാം ചെത്തി അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ ഒരു പാനിലേക്ക് ഇത് മുഴുവനായി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് വേകാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്ക് ഈ പാൻ ഉണ്ടല്ലോ ഇത് നമുക്ക് ഒരു ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി ഇത് നമുക്ക് വേകാനായിട്ടുള്ള സമയം നമുക്ക് കൊടുക്കാം. ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പച്ചടിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു 2.5 പിടി നാളികേരം തിരുമിയത് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് ഏകദേശം ഒരു 1/4 പരുവത്തിന് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ഇങ്ങനെ അരച്ചെടുത്ത ഈ കൂട്ടിലോട്ട് നമുക്കൊരു 1/2 സ്പൂണോളം കടുക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ ഒരല്പം കൂടി ഇത് അരയ്ക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ വെള്ളരിക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. നമുക്കിനി ഈ വെള്ളരിക്കയുടെ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ അരപ്പിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ആ സമയം കൊണ്ട് അതിലുള്ള വെള്ളമെല്ലാം നമുക്ക് ഒരുവിധം ഒന്ന് പറ്റിയിട്ടുണ്ടാവും. ഞാൻ കുറച്ചധികം നാളായി ഷോർട്സിലൊന്നും ഇപ്പോൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യാറില്ലായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വോയിസ് റെസ്റ്റ് കൊടുക്കണമായിരുന്നു. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. ഈ സമയത്ത് കയ്യിൽ അത്യാവശ്യം കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് ഞെരടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തേക്കണേ. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ നല്ലതുപോലെ കട്ടയെല്ലാം ഉടച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തൊന്ന് ഇതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇട്ടേക്കണേ. എൻ്റെ വീഡിയോസും ഷോർട്സും പതിവായി കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണേ. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലെയുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് സദ്യ സ്റ്റൈൽ പച്ചടിയുടെ അവസാനത്തെ സ്റ്റേജിലേക്ക് കടക്കാവേ. നമുക്കിനി കടുക് താളിക്കൽ പരിപാടിയാണ്. ഇങ്ങനെ കടുക് താളിക്കുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കടുകും വറ്റൽമുളകും മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതിലോട്ട് കുഞ്ഞുള്ളി ഒരു കാരണവശാലും ഇട്ടേക്കരുത്. ആ പച്ചടിയുടെ കളറ് നഷ്ടമാകും. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കണേ. അതിനുശേഷം അഭിപ്രായം കമൻറ്റായി തന്നെ എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തണേ. ഞാനിനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ.